ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ്, അതായത് സൈബർ കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വരുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ പേർക്ക് നമ്മുടെ ഇൻറ്റിമേഷൻ ലെറ്റർ നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിൽ നിന്നാണോ വന്നത് അവിടെ നിന്ന് ഇൻറ്റിമേഷൻ ലെറ്റർ കിട്ടുന്നുണ്ട്. കുറേ പേരുടെ പേരിൽ ചില പേരിൽ FIR രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കുറേ പേരുടെ പേരിൽ ഇത് സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് റെഗുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ സംഭവം ഇതൊന്നുകൂടി ഇടാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത്, എന്താ സംഭവം ഒരു പിടിയില്ല. അപ്പോൾ കുറേ ലെയേഴ്സ് ഓഫ് നമുക്കെന്ന് വെച്ചാൽ ഈ സൈബർ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫ്രീസിങ് വരുന്നത് നമ്മുടെ ചിലപ്പോൾ ഈ എന്താ പറയുക കുറേ ലെയേഴ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ കുറേ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് ഇത് കുറേ ഉടായ്പ ഗെയിംസ് ആപ്പുകൾ, കുറേ പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉടായ്പ സംഭവങ്ങൾ, കുറേ ബോധമില്ലാത്ത ഇൻസ്റ്റാഗ്രാമേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഗെയിംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കളിച്ചിട്ട്, കളർ ട്രേഡിങ് കളിച്ചിട്ട്, P2P ട്രാൻസാക്ഷൻ ചെയ്തിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളായിട്ടാണ് ഇത് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത്. ആ ക്യാഷ് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ കുറേ പേർക്ക് അപ്പം തന്നെ വരുന്നുണ്ട്, കുറേ പേർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊന്നും കളിക്കാണ്ടിരിക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രിവെൻഷൻ പരിപാടി. ഇപ്പോൾ ഇത് ഓൾറെഡി വന്നു, ഇങ്ങനത്തെ ഒരു സംഭവം വന്നു. ചില പേർക്ക് ശരിക്കും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ലെറ്റർ വരുന്നുണ്ട്, ഇമെയിൽ വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആക്ച്വലി റൂള്. പക്ഷേ കുറേ പേർക്കൊന്നും തരുന്നില്ല. കുറേ പേർക്ക് ബാങ്കുകാർക്ക് തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും സംഭവം ഒന്നും അറിയുന്നില്ല. നിങ്ങൾക്കൊരു ലെറ്ററും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഇന്ന സൈബർ പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞൊരു ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം റെസ്പോൺസും കാണലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കാണുമായിരിക്കും ഏറ്റവും പെട്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ലെയറിലാണ് ഉള്ളതെന്നാണ്. എന്ന് വെച്ചാൽ നോർമലി ഈ സൈബർ പോലീസ് കേസുകളൊക്കെ ലെയർസ് 8 വരെയൊക്കെയാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്താ കുറേ പേർക്ക് ഈ ലെയർ എന്ന് പറയാൻ പറയണ്ടാവില്ല. അതായത് ഇത് സംഭവം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണല്ലോ മണി വരുന്നത്. അപ്പോൾ ആ വരുന്ന ബാങ്ക് അക്കൗണ്ടിനെതിരെ ഓൾറെഡി ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കാശ് വന്നത് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കേസ് കൊടുക്കുന്നത്, ആരെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈമിലാണ് ഇത് ഫ്രീസ് ആവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചാടി പോകില്ലോ. സൈബർ ഫ്രോഡുകാരുടെ പേര് എങ്ങനെ ചെയ്യുക, ഈ അക്കൗണ്ടിലേക്ക് അയക്കും, അങ്ങനെ അടുത്ത അക്കൗണ്ടിലേക്ക് അയക്കും, അങ്ങനെ ചെയിൻ ഇങ്ങനെ ചാടി പോയി ചെയ്യുക. അപ്പോൾ നോർമലി സൈബർ പോലീസുകളൊക്കെ നോർമലി ഒരു 8 ലെയർ, അതായത് ഇങ്ങനത്തെ 8 സ്റ്റെപ്പുകളും ചാടി പോകുന്നുണ്ടല്ലോ, 8 ലെയറൊക്കെയാണ് ഒരു ഫ്രീസ് ചെയ്യുക. അതിൽ 12 വരെയുള്ള അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യും, ഡിപ്പെൻഡ്സ് അപ്പോൾ അത് കേസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏത് ലെയറിലാണ് നിങ്ങൾ കിടക്കുന്നതെന്ന് അനുസരിച്ചായിരിക്കും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കടികെട്ടി വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ലെയർ 1 ലെയർ 2 ഒക്കെ ആണെങ്കിൽ മെയിൻ പണിയാണ്, FIR കാര്യങ്ങളൊക്കെ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തേലൊക്കെ ആണെങ്കിൽ പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയാണെങ്കിൽ ഒരു മിനിറ്റ്, സോറി, നമ്മുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻറ്റിമേഷനോ അല്ലെങ്കിൽ ലെറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി കോൺടാക്ട് ചെയ്ത് നോക്കുക. നോർമലി ഈ ഗുജറാത്ത് മെയിൻ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിലത്തെ സൈബർ പോലീസിൽ നിന്നായിരിക്കും കേസ് വരുന്നത്. അങ്ങനത്തെ ഇതിനിടയിൽ കുറേ ഉടായ്പ വരുവാണ്, വേറെ കാര്യം അവന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നോർമലി ഇവർ തരുന്ന നമ്പറിലൊന്നും കോൺടാക്ട് കഴിഞ്ഞാൽ കിട്ടാറൊന്നുമില്ല. കിട്ടിയ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കാണുമായിരിക്കും ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും വശങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിത് ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പണി വരാം. എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തില്ല, നമ്മൾ നോട്ടീസ് അയച്ചിട്ട് പോലും ഇവർ അറ്റൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ FIR കേസ് രജിസ്റ്റർ ചെയ്യാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കുക. ആദ്യം തന്നെ ബാങ്കുകാർക്ക് നോർമലി ചില ബാങ്കുകളൊക്കെ തന്നെ കൂതറ സർവീസുകളാണ്, കാനറ ബാങ്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ. ഇത് എന്ത് കാരണവശാലാണ് ഇത് ഫ്രീസ് ആയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സംഭവം ലെറ്റർ വരും, അല്ലെങ്കിൽ ലെറ്ററോ ഇമെയിലൊക്കെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരണം. അതറിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുറേ ടൈപ്പ് ഓഫ് ഫ്രീസിംഗ് ഉണ്ട്, ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ KYC വെരിഫിക്കേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫ്രീസ് ആവും, ചിലപ്പോൾ നമ്മുടെ ഇൻകം മിസ്മാച്ച് വന്നാൽ ഫ്രീസ് ആവും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചിലത് UP മാത്രം ഫ്രീസ് ആവും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് വന്നെങ്കിൽ ഫ്രീസിംഗ് ആണ് ഇതേപോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് FIR കേസ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. എന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ടെങ്കിൽ ഇതേപോലെ അക്കൗണ്ട് ഫ്രീസ് വന്നിട്ടുണ്ട്, സംഭവം നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് എടുക്കാനും അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക് പുലിവാലാണ്. FIR എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് രജിസ്റ്റർ ആയിരുന്നു, മറ്റത് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് വരുന്നത്, നമ്മുടെ വേറെ ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് വരില്ല. FIR രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പാന് പോയി, ആധാർ ഡീറ്റെയിൽസ് പോയി, ഇതിനെതിരെല്ലാം ഇൻറ്റിമേഷൻ വരും ലോക്കാവാൻ. അപ്പോൾ പിന്നെ നമുക്ക് പാസ്പോർട്ടും കിട്ടില്ല, ഒരു മാങ്ങയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടെയാണ് പുലിവാല്.
അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം ഇങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊക്കെ വിടുക ആയി തന്നെ. ഇത് കുറേ പേര് ഇതിൽ പോയി പെടുന്നുണ്ട്, ഈ ബോധമില്ലാത്ത കുറേ സാധനങ്ങൾ. ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാരൊക്കെ ആൾക്കാർക്ക് വേണ്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പെടണവർ പെട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ബോധമില്ലാത്തതുകൊണ്ട് അവരെ. എനിക്ക് റെഗുലറായിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ അൺഅറ്റൻഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ മെസ്സേജ് എടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ആക്ച്വലി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താണ് ഒരു അഡ്വക്കേറ്റ് ആണ് ആൾ, ഹൈക്കോടതിയിലത്തെ അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞു. എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അത് ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ആൾ കമൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫൈനാൻഷ്യൽ കേസുകളൊക്കെ ചെയ്യുന്ന ഒരു വക്കീലാണെന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് തരാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആളോട് സംസാരിച്ചു. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഇതുപോലെ അഡ്വക്കേറ്റായിട്ട് കോൺടാക്ട് ചെയ്യായിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ എന്താ വെച്ചാൽ ഇതിന് ചിലപ്പോൾ വേറെ ഇഷ്യൂസും കുറേ പേർക്കും ഇതുപോലെ ഒരു 70 to 80% ആൾക്കാർക്കും ഇത് അൺഅറ്റൻഡ് എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇതിൻ്റെ 8ാമത്തെ ലെയർ 9ാമത്തെ ലെയറൊക്കെ ആയിരിക്കും. അത് അൺഅറ്റൻഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലെയർ എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ഏറ്റവും ടോപ്പിലത്തെ ലെയറിലൊക്കെയാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ FIR, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റിമേഷൻ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ കേസാക്കും. കേസാക്കി കഴിഞ്ഞാൽ കേസാക്കി എന്ന് പറഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്തോ. FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടറിയില്ല, ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ക്രിമിനലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ അതേ സംഭവം തന്നെ. അപ്പോൾ പിന്നെ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുലിവാലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിലെ പോലീസിലൊന്നല്ല അത്. പിന്നെ അതിന് പിന്നാലെ അവിടെ പോയിട്ട് അതേ സ്റ്റേറ്റിൽ പോയിട്ട് ഇതിൻ്റെ അത് സോൾവിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാശ് ചിലവാകും, സമയം ചിലവാകും. അതും ചില്ലറ ദൂരം എന്നല്ല. ചിലപ്പോൾ ഗുജറാത്തും മുംബൈയും ബീഹാറൊക്കെയാണ്. അത് പറയുന്നില്ല എന്ന് വെച്ചാൽ അവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവന്മാർ കേസുണ്ട്. അത് ഫുള്ളി ഫ്രോഡൊന്നും പറയാനും പറ്റില്ല, വേറെ കാര്യം. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഡെയിലി ഇപ്പോൾ നമ്മുടെ ഇവിടെ സൈബർ ഫ്രോഡുകൾ മില്യൺ കണക്കിനൊക്കെയാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ പരിപാടി നിങ്ങൾ ഒരു അൺനോൺ നമ്പറിനെതിരെ അൺനോൺ പേഴ്സൻ്റെന്നോ അല്ലെങ്കിൽ സംഭവത്തിനൊന്നും ക്യാഷ് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ ഉടായ്പ് ആപ്പുകളും ഗെയിമുകളും വെബ്സൈറ്റൊക്കെ ഉണ്ട് കുറേ എണ്ണം അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വക്കേറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കോൺടാക്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാട്ടോ. എനിക്ക് വലിയ ഞാൻ 2-3 വട്ടം സംസാരിച്ചതെന്ന് മാത്രമല്ല, അല്ലാണ്ട് എനിക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാണ് നമ്മുടെ വീഡിയോ. എൻ്റെ മുമ്പത്തെ വീഡിയോസിനൊക്കെ താഴെ മെസ്സേജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആളുടെ നമ്പറൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കാട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിട്ട് വേണ്ടിയിട്ടാണ് എന്താ പറയുക, ഇത് ഇഷ്ടം പോലെ കുറേ പേർക്ക് ഇങ്ങനെ പണി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വാർണിംഗ് പോലെ ചെയ്തതാണ് ഈ മെസ്സേജ് എന്താ ഈ ഒരു വീഡിയോ കേട്ടോ. അതും മാത്രമല്ല, നമുക്ക് റെഗുലറായിട്ട് ഇതുപോലെ ഓരോ ദിവസം പുതിയ ആൾക്കാർ ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഗെയിം കളിച്ച് അത് നമ്മൾ എത്ര അധികം എന്താ പറയുക ഇതുപോലെ കളിക്കല്ലേ സംഭവം. ഇങ്ങനത്തെ ബോധമില്ലാത്ത ഈ ഇൻസ്റ്റാഗ്രാമേഴ്സ് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പോകല്ലേ, എത്ര എന്താ പറയുക ഇത് ഇട്ടൊക്കെയാണെന്ന് അറിയോ. ഷോർട്സ് ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല അതൊന്നും ഇങ്ങനത്തെ ആൾക്കാർക്ക് അവർ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനത്തെ ഉടായ്പ സാധനങ്ങളൊക്കെ വേണ്ടോ, പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ അനുഭവിക്കാൻ തന്നെ മാത്രമേ രക്ഷയുള്ളൂ. FIR രജിസ്റ്റർ ചെയ്താൽ ഞാൻ പണി കിട്ടി അത്ര, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഡ്വക്കേറ്റിനെ കോൺടാക്ട് നോക്കട്ടെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ വരും, മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് സംഭവം ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാം. പേജല്ല നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.